വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കുവാൻ സ്വീഡിഷ് സംഘം ജില്ലയിലെത്തി. സ്വീഡനിലെ ലുണ്ട് യൂണിവേഴ്സിറ്റി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചൈൽഡ് റൈറ്റ്സ് ആൻഡ് ക്ലാസ് റൂം മാനേജ്മെന്റ് സംഘത്തിലെ 4 അംഗങ്ങളാണ് ജില്ലയിൽ സന്ദർശനം നടത്തിയത്. എൻജിഒ കോട്ടേഴ്സ് ഹൈസ്കൂൾ, ജുവനൈൽ ഹോം എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ശേഷം സംഘം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് മടങ്ങി. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട കുട്ടികളുടെ അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായാണ് സ്വീഡിഷ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കീഴിൽ ചൈൽഡ് റൈറ്റ്സ് ആൻഡ് ക്ലാസ് റൂം മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത്. 2008-2009 വർഷത്തിൽ ജില്ലയിലെ എൻജിഒ കോട്ടേഴ്സ് ഹൈസ്കൂൾ അധ്യാപിക പുഷ്പ മാത്യു അടക്കമുള്ള സംഘം സ്വീഡനിൽ നടന്ന ശില്പശാലയിൽ പങ്കെടുത്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് സ്വീഡിഷ് സംഘം ഈ വിദ്യാലയത്തിലും ജുവനൈൽ ഹോമിലും സന്ദർശനം നടത്തിയത്. ലുണ്ട് സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ പെർ വിക്കിൻബർഗിന്റെ നേതൃത്വത്തിൽ പ്രൊഫസർ ഹക്കൻ ഹെയ്ഡൻ, ഡോക്ടർ മോൺസ് സ്റ്റുവൻസൺ, ഹെൻറിക് പോൾസൺ എന്നിവരടങ്ങുന്ന 4 അംഗ സംഘമാണ് ജുവനൈൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം സന്ദർശിച്ചത്. ഇത്തരം വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുവാനും അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തി ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് തങ്ങൾക്ക് മുന്നിലുള്ളതെന്ന് ടീം ലീഡർ പെർ വിക്കിൻബർഗ് സ്പൈഡർനെറ്റ് വാർത്തകളോട് പറഞ്ഞു. In education, the Child Rights Convention in education, that's a training program, international training program in Sweden at Lund University, sponsored by SIDA, the Swedish Development Agency. And we have been running this international training program for 6 years, and we are working with how to implement or to apply Child Rights Convention in education regarding participation, provision and protection in real concrete education. 270 വിദ്യാർത്ഥികൾ പഠിക്കുന്ന എൻജിഒ കോട്ടേഴ്സ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ 60-ൽ പരം കുട്ടികൾ ജുവനൈൽ ഹോമിൽ നിന്നുള്ളവരാണ്. ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അപൂർവം അധ്യാപകരാണ് സ്വീഡനിലെ ശില്പശാലയിൽ പങ്കെടുക്കാറുള്ളത്. വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണത്തോടൊപ്പം പ്രായോഗിക വിദ്യാഭ്യാസവും വിശാലമായി ചർച്ച ചെയ്യപ്പെടുന്ന സംരംഭത്തിൽ പങ്കാളികളായത് ഈ രംഗത്ത് കൂടുതൽ നേട്ടമുണ്ടാക്കുമെന്ന് കഴിഞ്ഞ തവണത്തെ സെമിനാറിൽ സംബന്ധിച്ച അധ്യാപിക പുഷ്പ മാത്യു പറയുന്നു. വയനാട് ജില്ലയിൽ നിന്നും കാസർകോട്ട് നിന്നും പിന്നെ മലപ്പുറം ജില്ലയിലുമൊക്കെയുള്ള പല അധ്യാപകരും ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വിദ്യാലയത്തിൽ തന്നെ ഈ വത്സല ടീച്ചർ അതിൽ പങ്കെടുക്കുന്നുണ്ട് അടുത്ത വർഷം. അങ്ങനെ ഇവർ എല്ലാ വിദ്യാലയങ്ങളും ഇങ്ങനെ പങ്കെടുത്ത അധ്യാപകരുടെ എല്ലാ വിദ്യാലയങ്ങളും സന്ദർശിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്യുകയാണ് അവർ. വിദ്യാലയത്തിലെ പരിപാടികൾക്ക് ശേഷം സംഘം വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോം സന്ദർശിച്ചു. പിന്നീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് യാത്ര തിരിച്ചു. ക്യാമറമാൻ അനൂപ് CP-ക്കൊപ്പം രാജേഷ് പറമ്പിൽ ബസാർ, സ്പൈഡർനെറ്റ് ന്യൂസ്.